KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരു വ്യക്തിയെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം അത് രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടുള്ള സുനിൽ കനകൂലു അവതരിപ്പിക്കുന്ന വിഷയം മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. കെ സുധാകരന് പകരം ആര്? അങ്ങനെ വരുമ്പോൾ കണ്ണൂർ MP കൂടിയായിട്ടുള്ള കെ സുധാകരന് ഏത് സ്ഥാനമായിരിക്കും നൽകുക? അദ്ദേഹത്തിൻ്റെ അർഹതയ്ക്കൊത്ത രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ നൽകേണ്ടത് AICCയുടെ ഏറ്റവും വലിയ ബാധ്യത തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. നിലവിലെ സാഹചര്യങ്ങളിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏതെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ കെ സുധാകരനെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്രത്യേകമായി പരിഗണിക്കുന്ന വിഷയം എന്നത് കർമ്മനിരതയാണ്. കെ സുധാകരൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപൃതമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക്, ദേശീയ ശൈലിയിലേക്ക് ഉയരുമോ എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ രാഷ്ട്രീയ ലാഭം നോക്കിയല്ല പ്രവർത്തിക്കുന്നത്. ഞാൻ ഇന്ന ഒരു കലണ്ടറിൽ കൃത്യമായി ഇന്ന വർഷം ഇന്നതാകണം എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ പോലെ നടക്കുന്ന വ്യക്തിത്വമല്ല. അത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്നതിൽ നോ കോംപ്രമൈസാണ്. പ്രതിയോഗികളോട് കോംപ്രമൈസ് ചെയ്യാൻ, അവരുടെ ചടങ്ങുകളിൽ, അവരുടെ ക്ഷേമകാര്യങ്ങളിലൊന്നും തലയിടാൻ പോകാറില്ല. തൻ്റെ ഇടതും വലതും നിന്ന ചെറുപ്പക്കാരായ യുവാക്കളെ, കോൺഗ്രസ് പ്രവർത്തകരെ പലരെയും കശാപ്പ് ചെയ്ത പാർട്ടിയോട് ഒരു സന്ധിയുമില്ല എന്ന് നിർവ്യാജം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറുന്ന കെ സുധാകരനെ പോലുള്ള നേതാക്കളെ കേരളത്തിലെ എക്കാലത്തും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആവശ്യമായി വരുന്നു. ചോരയും നീരും കൊടുത്ത് പാർട്ടിയെ കെട്ടിപ്പടുത്ത കഥ, ത്യാഗവും കഷ്ടപ്പാടും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വികാരഭരിതമായ പ്രസംഗങ്ങൾക്ക് അതിന് വലിയ തീച്ചുളയുടെ ഒരു കാഠിന്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് കെ സുധാകരനെ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. കണ്ണൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സീറ്റ് ഷുവറായി കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയാണ് നീക്കം. കാരണം കെ സുധാകരൻ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓളമുണ്ട്. അത് മറ്റൊരു നേതാവിനും കണ്ണൂർ ജില്ലയിൽ അവകാശപ്പെടാൻ കഴിയുന്നില്ല. പണ്ടൊക്കെ N രാമകൃഷ്ണന്റെ പേരാണ് ഫൈനൽ വേർഡായി കണ്ണൂരിൽ അവശേഷിച്ചതെങ്കിൽ ആ സ്ഥാനം പിന്നീട് കെ സുധാകരനാണ് അലങ്കരിച്ചത്. കെ കരുണാകരന് ശേഷം ലീഡർ എന്നൊരു പരിവേഷം ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുത്തെങ്കിൽ അത് കെ സുധാകരന് മാത്രമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ലെവലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയർന്നത് എന്നത് നിസ്സംശയം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരവസരമാണ്. നിരവധിയായിട്ടുള്ള CPIMൻ്റെ നരവേട്ട, ഏറ്റവും ഒടുവിൽ പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPIMൻ്റെ നേതാക്കൾക്ക് വേണ്ടി കോടികൾ സർക്കാർ ഖജനാവിൽ നിന്നും മുടക്കിയതുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള കാട്ടുകൊള്ള ഒളിച്ചെടുക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവ് കെ സുധാകരൻ തന്നെയാണ്.